എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ ടി വി വെച്ചപ്പോഴേ ഒരുവിധം എല്ലാ ചാനലുകാരും സുരേഷ് ഗോപിയെക്കുറിച്ച് പറഞ്ഞ് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഭയങ്കര ആവലാതിയാണ്, ഭയങ്കര വിഷമം സുരേഷ് ഗോപി ഇങ്ങനെ ആയി പോയതിൽ. വാർത്തക്കാർക്ക്, ചാനലുകാർക്ക് ഞാൻ നോക്കിയപ്പോൾ എന്താണെന്നറിയോ, ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് കയറിയ സുരേഷ് ഗോപി രാജിവെച്ചേക്കും, പോരാ ഈ അധികാരം ഒന്ന് പോരാ തനിക്കെന്ന് പറഞ്ഞു എന്നൊക്കെയാണ് ഞാൻ കാണുന്നത്. എടാ, സത്യത്തിൽ സുരേഷ് ഗോപിക്ക് അങ്ങനെ ഒരു അതൃപ്തിയില്ല. സുരേഷ് ഗോപി ആദ്യമേ തനിക്ക് വലിയ വലിയ അധികാരങ്ങൾ നൽകുന്നതിൽ നിന്ന് അല്പം പുറകോട്ട് നിന്നിരുന്നു. കാരണം എന്താണെന്നറിയോ, ഒരു സ്ഥാനം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇന്നത്തെ കേരളത്തിലുള്ളവരെ പോലെ വഴക്ക് കൂടാനല്ലല്ലോ അവിടെ പോകുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥാനം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് പൂർണ്ണമായി ഉത്തരവാദിത്വത്തോടെ ചെയ്യണം. മാത്രമല്ല, അത് മുഖാന്തരം ജനങ്ങളിലേക്ക് സേവനങ്ങൾ എത്താൻ ഒരു കാലതാമസമൊക്കെ എടുക്കും. പിന്നെ അതിൻ്റെതായ കാര്യങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു ജോലിയുണ്ട്, തൊഴിലുണ്ട്, അത്യാവശ്യം കുറച്ച് അധികം പൈസ കിട്ടുന്ന ജോലിയുണ്ട്. ആ പൈസ കിട്ടിയാൽ അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് വ്യക്തികളെയും പാവപ്പെട്ടവരെയും സഹായിക്കാൻ കഴിയും. അതായത് തൻ്റെ അധികാരത്തിലൂടെ കിട്ടുന്ന വരുമാനത്തിന്, അതായത് ആൾക്കാരെ സഹായിക്കാൻ കഴിയുന്നതിനൊരു പരിധിയുണ്ട്. എന്നാൽ തനിക്ക് പേഴ്സണലായി സമ്പാദിച്ച് കിട്ടുന്ന ധനം കൊണ്ട്, അർത്ഥം കൊണ്ട് ആൾക്കാരെ സഹായിക്കുന്നത് അതൊരു ഭാഗത്തിലൂടെ പോകാമെന്നുകൂടി ഉദ്ദേശിച്ചാണ് ആ പാവം സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞത്. അതായത് ജനങ്ങളെ സേവിക്കാം, രണ്ട് രീതിയിലും സേവിക്കാം എന്ന് വെച്ച്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ അതെന്ത് ചെയ്തു, സുരേഷ് ഗോപിക്ക് അതൃപ്തി, മുഖം തിരിച്ചു, തല താഴ്ത്തുന്നു എന്നൊക്കെ അങ്ങോട്ട് പറയാണ്. അതാണ് ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതി. ഇവിടെ നേരം വെളിച്ചായി കഴിഞ്ഞാൽ നല്ലതല്ല, സത്കർമ്മങ്ങളൊക്കെ സച്ചിന്തകളൊക്കെ എല്ലാവരും നിൽക്കുന്നത്, പ്രത്യേകിച്ച് പത്രപ്രവർത്തകർ. അത് ഓരോ പാർട്ടിക്കാർക്കും ഓരോ ചാനലാണ്. എന്നിട്ടോ ഈ ചാനലൊക്കെ രാവിലെ വെച്ച് നോക്കിയിട്ടുണ്ട്, നിങ്ങൾ വെച്ച് നോക്കൂ, ഒരു ഭക്തിഗാനം കാണുമോ? അതിനിപ്പോൾ ഹിന്ദുവിൻ്റെ, ക്രിസ്ത്യൻ്റെ, മുസ്ലിമിൻ്റെ, ഇനി ആരെങ്കിലും ആവട്ടെ, വേറെ ഏതെങ്കിലും ടീമിൻ്റെ ആവട്ടെ, കാണും? ഇല്ലടോ. തമിഴിൽ, തെലുങ്കിൽ, കന്നഡയിൽ, നിങ്ങൾ വേറെ ഏത് വേണിച്ച് വെച്ചോ, രാവിലെ പ്രഭാതം സുന്ദരമാക്കാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. ഇവിടെ പ്രഭാതം എന്താക്കുക, പ്രഭാതത്തിലെ അടി കൂടിപ്പിക്കണം. അതാണ് ഇന്നത്തെ നമ്മുടെ മലയാളം ചാനലുകാർ ചെയ്യുന്നത്. ആരെയും അധിക്ഷേപിക്കുകയല്ല കേട്ടോ, നിങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ മിടുക്കന്മാരാ. പക്ഷേ ഒരുപാട് മിടുക്കത്തരം കാണിച്ച് ഒരു ചെറിയ തെറ്റ് ചെയ്താൽ, നമ്മൾ വളർന്നു വരുന്ന കുട്ടികൾക്ക് ചെറിയ രീതിയിൽ ഇഞ്ചക്ഷൻ ചെയ്താൽ മതി, അവർ കേടുവരും. അപ്പോൾ ഈ മതം, തീവ്രവാദം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കൂട്ടിക്കുഴച്ച ആൾക്കാരെല്ലാണ്ട് ഇഞ്ചക്ഷൻ ചെയ്യാണ്. ദയവ് ചെയ്ത് അതെല്ലാം ചെയ്യാതിരിക്കൂ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് നമ്മൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വാർത്തകൾ കിട്ടുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ഉണ്ടാവട്ടെ. ആരെങ്കിലും ഇപ്പം എന്തെങ്കിലും മുഖം ചുളിച്ച് പറയുമ്പോഴേക്കും അവ അടികുട്ടി പിടിച്ചത് ഇതാണ് ഉണ്ടാക്കാതിരിക്കുക. കാരണം സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു അധികാരം കിട്ടിയാൽ അദ്ദേഹത്തിനൊരു ഒരു ദൃഢനിശ്ചയമുണ്ട്. ആ അധികാരത്തിലൂടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ നേടിയെടുക്കണം. അല്ലാതെ ഒരു സ്ഥാനം കൊടുത്തു എന്നിട്ട് അങ്ങോട്ട് മുഖം തിരിച്ചിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ആദ്യം അധികാരത്തോട് കുറച്ച് പുറകോട്ട് നിന്നത്. എന്നിരുന്നാലും അദ്ദേഹം അധികാരമൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? പിന്നെ ചെറിയ അധികാരം കിട്ടിയാലും വലിയ അധികാരം കിട്ടിയാലും എങ്ങനെ പ്രവർത്തിക്കണമെന്ന് സുരേഷ് ഗോപിക്ക് അറിയാം. അത് സാധാരണ മാമുണ്ണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം അങ്ങനെ പ്രവർത്തിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിൽ നിന്ന് ഒരു മുഖം തിരിച്ചുള്ള വാക്കും ഉണ്ടായി എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാമുണ്ണെന്ന് ആരും വിശ്വസിക്കില്ല. അപ്പോൾ ഇനി പുതിയ കിംവദന്തികൾ ചമച്ചുണ്ടാക്കി ഇനി ഇവിടെ മുളച്ച് വരുന്നവരും കൂടി അങ്ങോട്ട് അടി കൂടിപ്പിക്കാതിരിക്കുക. ഇനിയിപ്പോൾ സുരേഷ് ഗോപിക്ക് അധികാരം വേണ്ട എങ്കിൽ അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ നമുക്ക് പറയാം, എന്ത്, സുരേഷ് ഗോപി അധികാരം വേണ്ടെന്ന് പറഞ്ഞു. അത് പറഞ്ഞാലും അദ്ദേഹം അധികാരത്തോട് മുഖം തിരിച്ച് പറയുന്നതാകില്ല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അദ്ദേഹത്തിന് പേഴ്സണലായി കിട്ടുന്ന വരുമാനത്തിലൂടെ ജനങ്ങളെ സേവിക്കാം. പിന്നെ അദ്ദേഹം എന്താണോ ഇപ്പോൾ, ഇനി മന്ത്രിസ്ഥാനം കിട്ടിയില്ലെങ്കിൽ എന്താണ്, അവിടെ നിന്നും ഇനി ഒന്നുമില്ല, ജയിക്കാത്ത സമയത്തും ഒന്നും അല്ലാതിരുന്ന സമയത്തും അദ്ദേഹം വ്യക്തികളെ മാത്രമല്ല, സ്ഥാപനങ്ങളായാലും വ്യക്തികളായാലും പലരെയും സഹായിച്ചിരുന്നു. ഇത് രാഷ്ട്രീയം നോക്കിയോ മതം നോക്കിയോ ഒന്നല്ല. എന്താ, കമ്മ്യൂണിസ്റ്റുകാരിൽ പെട്ടവരെ സഹായിച്ചിട്ടില്ലേ? കോൺഗ്രസ്സുകാരിൽ പെട്ടവരെ സഹായിച്ചിട്ടില്ലേ? അല്ലെങ്കിൽ മതം നോക്കുന്നുണ്ടോ? ഇല്ല.
ഈ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് പേഴ്സണലായി എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ദയവ് ചെയ്ത് അദ്ദേഹത്തെക്കുറിച്ച് വേണ്ടാത്ത പറയാതിരിക്കുക. അദ്ദേഹം വളരട്ടടൂ, ജനങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ. എന്തിനീ വെറുതെ കിംവദന്തികൾ കെട്ടിച്ചമച്ചോരുന്നുണ്ടാക്കുന്നു? നിങ്ങൾക്ക് പുതിയ പുതിയ വാർത്തകൾ തേടി പോകണം, കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് അതിൻ്റെ കഴിവുണ്ടല്ലോ. നല്ല വാർത്തകൾ കണ്ടുപിടിച്ച് ഈ കേരളത്തിലുണ്ടല്ലോ അടിപിടി. എന്തിനായി സുരേഷ് ഗോപിയുടെ പുറകെ പോണ്? ഇവിടുത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യേ, കേരളത്തിലത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യൂ. നല്ല സൂപ്പർ ഭരണമല്ലേ, അതിൽ നിന്ന് എന്തൊക്കെ വാർത്തകൾ കണ്ടുപിടിക്കാം. പക്ഷെ ഒരു കാര്യം, അവരെ പറയുമ്പോഴും ആരെ പറയുമ്പോഴും ഇല്ലാ വചനങ്ങൾ പറയാതിരിക്കുക. എന്തെങ്കിലും തീരുമാനമാവട്ടെ എന്നിട്ട് പറയൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ കേട്ടോ. നമസ്കാരം. സത്യസന്ധന്മാരായി ജോലി ചെയ്യുന്ന പ്രവർത്തകരുമുണ്ട്. അപ്പം നമ്മൾ ഒരു നെഗറ്റീവ് പറയുമ്പോൾ ആ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരെ അഭിനന്ദിക്കേണ്ടതും കൂടി നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ നാം അഭിനന്ദിക്കുന്നു.